നമ്മൾ മടങ്ങി വരുമ്പോൾ നമ്മളിപ്പോൾ നഗരവാസികളുടെ ഒരു ദുരന്ത ചിത്രം പറയാൻ തുടങ്ങിയത് ഏകദേശം ഒരു 5 മാസത്തോളമായേ ഉള്ളൂ. ഏകദേശം ഈ ഒരു ദുരന്താവസ്ഥയിലേക്ക് നഗരവാസികളുടെ ജീവിതം മാറിയിട്ട്. പക്ഷേ 8 വർഷത്തിലേറെയായി തകർന്നു കിടക്കുന്ന ഒരു തലസ്ഥാനത്തെ റോഡിൻ്റെ ഒരു കഥയാണ് ഇനി പറയുന്നത്. അരശുമൂട് കുഴിവിള പാത. ഈ പാത തകർന്നു കിടക്കാൻ തുടങ്ങിയിട്ട് 8 വർഷത്തിലധികമായി. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ബഹിഷ്കരണമടക്കം പ്രഖ്യാപിച്ചുകൊണ്ട് ആ പ്രദേശവാസികൾ പ്രതിഷേധവുമായി രംഗത്ത് വന്നു. പക്ഷെ ഒന്നും നടന്നിട്ടില്ല. ഇതുവരെയും തകർന്ന് തരിപ്പണമായി കുളമായി കിടക്കുകയാണ് റോഡ്. എൽദോപ്പോൾ പുതുച്ചേരി ആ റോഡിലൂടെ ഒന്ന് യാത്ര ചെയ്തു. നമുക്ക് ആ കാഴ്ച ഒന്ന് കാണാം. ജനകീയ കൂട്ടായ്മ റോഡുണ്ട് സൂക്ഷിക്കുക. അരശുമൂട് കുഴിവിള റോഡ്. ഹൃദയം ഭേദിക്കും വാരിക്കുഴികൾ. ഇത് റിലേ പോയി. കുഴിവിള അരശുമൂട് റോഡാണ്. അതായത് ഏറ്റവും കഷ്ടം എന്താ വെച്ചാൽ ഇതേ ഒരു ബസ് ഓടിക്കൊണ്ടിരുന്ന റോഡാണ്. ഈ വലിയ ബൈപ്പാസ് കഴക്കൂട്ടത്തോടെ വരുന്നതിന് മുമ്പ് ഇതിലൂടെയായിരുന്നു സ്ഥിരം സെക്രട്ടേറിയറ്റിലെ യാത്രക്കാരൊക്കെ ജീവനക്കാരൊക്കെ സഞ്ചരിച്ചുകൊണ്ടിരുന്നത്. ആ റോഡിന്റെ ഗതിയാണ് 8 വർഷത്തിന് മുകളിലായി. എന്താ ചേച്ചി? ആ ഇത് എന്ത് ചെയ്യാനാ നമ്മൾ ചേച്ചി ഞങ്ങൾ ഇങ്ങനെ ചേച്ചി ഇപ്പൊ പെട്ടെന്ന് വഴിയിൽ വന്നത്. ചേച്ചി ഞങ്ങൾ ഈ പറഞ്ഞ നമ്മൾ ചാനലിൽ നിന്ന് അന്വേഷിച്ച് വന്നതാണ്. നമ്മൾ പെട്ട് നിൽക്കുക. ഇതെന്താ ഇങ്ങനെയാണോ സ്ഥിരമായിട്ട് കിടന്നുകൊണ്ടത്? ഇങ്ങനെ തന്നെയാണ്. വീണ് രണ്ട് മുട്ടും പൊട്ടി അങ്ങനെയൊക്കെ ഞങ്ങളുടെ വീട് അങ്ങോട്ടാണ്. ഒരു ഓട്ടോ പോലും വരൂല. എത്ര കാലം കൊണ്ട് തുടങ്ങിയെന്നറിയാം. ഇതിനിടയ്ക്ക് കുറെ അമ്മമാർ കൊണ്ടു കുറെ പണം കൊടുത്ത് ഒരു ഇതെടുത്ത് അവിടെ നെങ്ങാത്തമ്പര ആൾക്കാരെ നടത്തിച്ച് ജാഥ ഉണ്ടാക്കി. എത്ര കിട്ടി ഞങ്ങൾക്ക്? ഒന്നും കിട്ടിയില്ല അല്ലേ? അവര് ഇലക്ഷൻ സമയത്തായിരുന്നു. അപ്പൊ കുറെ വോട്ട് കിട്ടി. അതാണ് ഇത്. ഇവിടെ തൊട്ടടുത്ത് താമസിക്കുന്ന ഒരു ചേച്ചിയുടെ ഒരു ദേഷ്യമാണോ കണ്ടത്? അത് സ്വാഭാവികമാണ്. ഇത്ര വർഷമായാലേ ഇങ്ങനെ കിടക്കുന്നു. പിന്നെ എങ്ങനെ ദേഷ്യപ്പെടാതിരിക്കും? ഈ ഇവിടുത്തെ ആൾക്കാരോട് നേരിട്ട് ചോദിക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമുക്കിവിടെ ഒരു ചേട്ടൻ്റെ പെട്ടിക്കടയിൽ ചേട്ടാ ഒരു സാധനങ്ങളും എന്നിട്ട് ചൂടൊക്കെ ഉണ്ടാ? ഭയങ്കര ചൂട്. നിവർത്തിയില്ല. വഴിയില്ലാത്തപ്പോ എന്ത് ചൂട്? വഴിയില്ലാത്ത ചൂടും ഇല്ല. ഇവിടെ വഴി പോകാനുള്ള കച്ചവടവും ഇല്ല. വഴി ഉണ്ടായിരുന്ന കച്ചവടമൊന്നും കിട്ടിയല്ലേ. ഇത് എത്ര നാളായി ഇങ്ങനെ കിടക്കുന്നു? ചേട്ടനൊക്കെ എങ്ങനെ കച്ചവടം നടക്കുന്നുണ്ടോ? ഞാൻ കട തുടങ്ങി 2-3 കൊല്ലം ആയുള്ളൂ. ഇത് മതിയായി തുടങ്ങിയിട്ട് 8 കൊല്ലമായി റോഡിന്റെ പണി തുടങ്ങിയിട്ട്. ഇത് JCB തോണ്ടിയിട്ടെങ്കിലും പണ്ടേ തുടങ്ങുന്നു. 6 മാസം പണിയും വരില്ലേ. ഇത് ആരെന്താ പറയണത്? ഇത് എന്തിനു വേണ്ടിയാ? വാട്ടർ അതോറിറ്റിയാണോ? ഡ്രെയിനേജ്? എന്താ പരിപാടി? എന്താ ഡ്രെയിനേജിൻ്റെ എന്നാണ് പറയണത്. ഇത് എന്തിനൊക്കെയാണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. ആളുകൾ കുടിവെള്ളം വരെ കിട്ടാറില്ലായിരുന്നു. അങ്ങനെയൊക്കെ അടക്കണം. അതുകൊണ്ട് നമുക്ക് ഇതിനെക്കുറിച്ച് കൂടുതലൊന്നും അറിയാൻ പറ്റില്ല. ഇത് ഇപ്പം വെട്ടി കുടിക്കുന്നത് ആരെന്ന് ചോദിച്ചാൽ ആർക്ക് പറഞ്ഞുകൂടാ. ഇപ്പം വെട്ടി കുഴിക്കുന്നത് ആരൊക്കെ എന്താണെന്ന് ചോദിച്ചപ്പോൾ ആർക്ക് പറഞ്ഞുള്ളൂ. എന്തെന്നാണ് ഈ കുഴിക്കുന്നത് എന്താണെന്ന് ആർക്ക് പറഞ്ഞില്ല. ഇപ്പം കുഴിക്കുന്നത് നമ്മൾ കുഴിച്ചോണ്ടേ ഇരിക്കുന്നുണ്ട് സ്ഥിരം. എന്തിനാണ് നിങ്ങൾക്ക് നാട്ടുകാർക്കൊന്നും അറിയില്ല. എന്തിനാ നമുക്കറിയില്ല. അപ്പം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത് സർക്കാർ എന്തിനു കാണിക്കണം വികസനം എന്ന് പറയണത്. എന്തൊരു വികസനമെന്ന് നമുക്ക് പറഞ്ഞുകൂടാ. ഇതാണ് എന്തോ ദിവസവും കുഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എന്തിനാന്ന് ഇവിടുത്തെ നാട്ടുകാർക്ക് പോലും കൃത്യമായി പറയാൻ കഴിയുന്നില്ല. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വലിയ കഷ്ടമാണ്. ആ ഒരു ചേച്ചിയൊക്കെ പറഞ്ഞ പോലെ തന്നെ വല്ലാത്ത ദുരിതമാണ് ഈ റോഡ്. ഈ കുഴിവിള അരശുമൂട് റോഡിന്റെ ചുറ്റുവട്ടത്ത് നിന്ന് ആരോട് ചോദിച്ചാലും എല്ലാവർക്കും ഒരേ പരാതി പറയാനുള്ളത്. വേറെ ഒന്നുമല്ല. അത് ഈ ചേട്ടൻ്റെ വായിൽ നിന്ന് കേൾക്കാം. ചേട്ടാ എന്താ അവസ്ഥ? എൻ്റെ അഭിപ്രായം എന്നുള്ളത്, ഞാൻ ഇവിടെ ജനിച്ച് വളർന്നവനാണ്. 20 വർഷം കൊണ്ട് ഈ റോഡിൻ്റെ ഒരു വികസനവും ഇതിനകത്ത് ഉണ്ടായിട്ടില്ല. ഇപ്പം ഈ കഴിഞ്ഞ വർഷം വരെ ഈ സ്കൂൾ അടയ്ക്കുന്ന സമയത്ത് പിള്ളേരൊക്കെ ഭയങ്കരമായ ബുദ്ധിമുട്ടായ രീതിയിലാണ് സ്കൂൾ പിള്ളേരെ രക്ഷാർത്ഥന വിട് പിള്ളേരൊക്കെ ഒരു ഭയങ്കര ബുദ്ധിമുട്ടായ ഒരു രീതിയിലാണ് ഇവിടെ പോക്ക് വരവും എല്ലാം ചെയ്യണത്. ഇവിടെ MG സ്കൂളുണ്ട്, സ്കൂളുണ്ട്, കുളത്തൂർ സ്കൂളുണ്ട്. എല്ലാ രക്ഷാകർത്താക്കളും ഭയങ്കര ബുദ്ധിമുട്ടായ രീതിയിൽ കൊണ്ടുപോകുന്നു. ഇവിടുത്തെ MLA കൈയെടുക്കില്ല. ഇവിടുത്തെ മന്ത്രിസഭ ആരും ഒരു മന്ത്രിസഭയിൽ നമ്മൾ ആരും വ്യക്തിയായിട്ട് പറഞ്ഞില്ല, ആരും കൈയെടുക്കില്ല. 20 വർഷം കൊണ്ട് എല്ലാവർക്കും സഹകരിക്കുന്നതാണ്. അത്ര ബുദ്ധിമുട്ട് ഒരു സഹിച്ച് ഇവിടുത്തെ ഒരു കച്ചവടക്കാരന് പോലും 50 രൂപയിലും കിട്ടാത്ത ഒരു വഴി കണ്ടെത്തിയുന്ന ഈ കുഴിവിള റോഡിന് ഒരു വികസനം എല്ലാവർക്കും വന്ന് കോർപ്പറേഷൻ എന്ന് പറഞ്ഞിട്ട് എന്താ അർത്ഥം എന്നുപോലും മനുഷ്യന് ചിന്തിക്കാൻ കഴിവില്ലാത്ത ഒരു രീതിയിലുള്ള പ്രവർത്തനമാണ് ഈ കുഴിവിള റോഡ് ഇവിടെ കാണിച്ച് വെച്ചേക്കണത്. അപ്പോൾ ആ ഒരു പ്രവർത്തനം കാണിക്കുന്നത് നമ്മളെ പിള്ളേർ അടുത്ത ജൂൺ 1-ാം തീയതി നമ്മളെ മക്കളെ എവിടെയല്ലേ കൊണ്ടുപോകും എന്നാണ് നമ്മൾ പ്രതികരണം. ഇവിടുത്തെ രക്ഷാകർത്താവും കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ സ്കൂളിൽ നമ്മളെ മക്കളെ അടുത്ത ജൂൺ 1-ാം തീയതി തുറക്കുമ്പോൾ നമ്മൾ ഏതിലെ കൊണ്ടുപോകും? എങ്ങനെ കൊണ്ടുപോകും? അപ്പോൾ അവർത്തങ്ങൾ ഞങ്ങളെ മക്കൾ ഞങ്ങളെ നശിച്ചു, ഞങ്ങളെ മക്കൾ രക്ഷപ്പെടണ്ടേ? യാത് രീതിയിലും നമ്മളത് ബന്ധിരിക്കാൻ ഞങ്ങളതാണ് ഈ കുഴിവിള റോഡിനോട് ഞാൻ നല്ല രീതിയിൽ വാക്കുകളിൽ
ഇത്രേ എനിക്ക് പറയാനുള്ളൂ. ഓക്കെ. അപ്പോൾ എന്തായാലും ഇതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഈ റോഡിൽ മഴയൊക്കെ വന്നു കഴിഞ്ഞാൽ മുട്ടോളം വെള്ളം കയറും, നടക്കാൻ പോലും പറ്റാത്ത അവസ്ഥയായിരിക്കും. അപ്പോൾ സ്കൂൾ കുട്ടികൾക്കൊക്കെ വലിയ ദുരിതമായിരിക്കുന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഈ കുഴിവിള അരശമ്മൂട് റോഡ് അത് വഴി മുന്നോട്ട് പോകുമെന്ന് കരുതി ഒരാൾ വഴിപ്പെട്ട് നിൽക്കുന്നുണ്ട്. ദാ ചേച്ചിയാണ്. ചേച്ചി, എന്താ വണ്ടി സ്കൂട്ടറൊക്കെ ഓണാക്കി വഴിപ്പെട്ട് നിൽക്കുന്നത്, എന്താ പറ്റിയേ? ഞാൻ അറിയാതെ വന്ന് പെട്ടുപോയതാണ് കേട്ടോ. ഇതിങ്ങനെ നീ അറിഞ്ഞില്ലായിരുന്നു. ഇത് എത്ര വർഷമായി കിടക്കണം? അത് വഴി വന്നിട്ടില്ലേ? 8 വർഷമായി. അപ്പൊ ഇതിപ്പോ മൊത്തം പോയി കിടക്കുമെന്ന് അറിഞ്ഞില്ല? മൊത്തം പോയി കിടക്കണമെന്ന് അറിഞ്ഞില്ല. ഞാൻ അങ്ങോട്ട് ഹൈവേക്ക് അപ്പുറം എൻ്റെ നാത്തൂൻ്റെ വീട്ടിൽ പോകാൻ വേണ്ടി വന്നതാണ്. അപ്പോഴാണ് ഇങ്ങനെ ഒരു അവസ്ഥപ്പെട്ട് കിടക്കണത്. അടുത്ത് വേറൊരു ചേട്ടൻ ദേ വന്നു, തിരിച്ചു പോവാ. ഇത് ഇതുപോലെ കുടുങ്ങി കിടക്കുന്ന കുറെ ആൾക്കാരുടെ നേർചിത്രങ്ങളാണ്. ഈ കടകളൊക്കെ ഉണ്ടോ ഇങ്ങനെ വെറുതെ തുറന്നിട്ട്? 1 വർഷമായി ഇത് വഴി വന്നിട്ട്. ഇന്നിപ്പോ ഒന്ന് നോക്കാന്ന് പറഞ്ഞ് വന്നതാണ് കേട്ടാ. പോവാണ്. അപ്പൊ ഓക്കെ, ടാറ്റ. ഇതാണ് ഈ കുഴിവിള അരശമ്പുഴ റൂട്ടിലെ ഒരു മെയിൻ ഉദാഹരണങ്ങളൊന്നാണ് ഇപ്പോൾ ചേച്ചി കണ്ടത്. ചേച്ചി വന്നതുപോലെ തിരിച്ചു പോകുന്നു. ഇതുപോലെയാണ് ഇവിടെ വരുന്ന എല്ലാവരും വന്ന പോലെ തന്നെ മടങ്ങുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ റോഡിന്റെ അവസ്ഥ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഓട്ടോ ചേട്ടൻ എൻ്റെ മുന്നിൽ കിട്ടിയിട്ടുണ്ട്. പ്രേംലാലേട്ടാ, ഇപ്പോൾ ഓട്ടോറിക്ഷ ഒതുക്കിയിട്ട് വന്നതാണെന്ന് അറിയാം. എങ്ങനെയുണ്ട് ഇവിടെ? വല്ല ഓട്ടം കിട്ടാറുണ്ടോ? എങ്ങനെ പറന്നു പോവോ? ഇതിപ്പം പറന്നല്ല പോണം. നമ്മളിപ്പം ഇവിടെ വണ്ടി ഇട്ടിട്ട് ആളിനെ പോയി അവിടെ നിന്ന് ചുവന്ന് ഇങ്ങോട്ട് കൊണ്ടുവരണം. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ഇതെന്താ ഇത് നിങ്ങൾ പ്രതികരിക്കാത്തത് എന്താണ്? പ്രതികരിക്കാന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഒരു ജനകീയ സമിതി ഇവിടെ രൂപീകരിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ആക്ഷനിൽ നമ്മളിവിടെ സമരങ്ങൾ നടത്തിയിരുന്നു. അതുപോലെ ഒരു കഞ്ഞിവെപ്പ് സമരം ഇവിടെ ഉണ്ടായിരുന്നു. അത് പ്രതിഷേധമായിട്ട് ചെയ്തു. അതിൽ സംബന്ധിച്ച് ഇപ്പം ഞങ്ങളെ പോലീസ് ഞങ്ങൾക്കെതിരെ കേസെടുത്തിരിക്കുകയാണ്. നമ്മൾ സമാധാനപരമായിട്ട് നമ്മൾ റോഡ് ബ്ലോക്ക് ചെയ്തു, അങ്ങനെ ഉപരോധം ഒന്നുമില്ലായിരുന്നു. നമ്മൾ അവിടെ ആ സൈഡിലായിട്ട് കഞ്ഞി വീഴ്ത്തിയാണ് പ്രതിഷേധിച്ചത്. അപ്പോൾ MLA വന്നു കണ്ടു, അത് ഇപ്പം ശരിയാക്കാമെന്ന് പറഞ്ഞ് ഞാൻ എല്ലാം നോക്കാമെന്ന് പറഞ്ഞിട്ട് പോയതല്ലാതെ നമുക്കിത് എന്ന് തീരുമെന്നോ ഈ പണി എന്ന് അവസാനിക്കുമെന്നുള്ള ഒരു കാര്യം ഇതൊരിക്കും പറഞ്ഞിട്ടില്ല. ഓക്കെ, ഞാൻ ചോദിക്കട്ടെ, ഇത് ബസ് റൂട്ടായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. ബസ് റൂട്ടായിരുന്നു, അതായത് വർഷങ്ങൾ ബസ് ഓടിക്കൊണ്ടിരുന്ന സ്ഥലമാണ്. ആ റോഡാണ് ഇങ്ങനെ കിടക്കുന്നതെന്നുള്ളതാണ് ഏറ്റവും ദാരുണമായിട്ടുള്ള കാര്യം. ഈ ഇത്രയും വർഷം 8 വർഷം എടുക്കുന്നു. ഇത് വാട്ടർ അതോറിറ്റിയാണോ ഡ്രെയിനേജ് ആണോ, എന്താ സംഭവം? ഇതിപ്പോൾ 8 വർഷമായിട്ട് ഡ്രെയിനേജിന്റെ പണിയാണ് തുടങ്ങിയത്. അതിന് മുന്നേ ഒരു 10 കൊല്ലം ആയിട്ട് ഈ റോഡ് ടാർ ചെയ്തിട്ടില്ല. ആ സമയത്ത് തന്നെ ഈ ബസ് റൂട്ട് നിർത്തലാക്കിയതാണ്. ബസ് റൂട്ട് നിർത്തലാക്കി ഈ 10 കൊല്ലം കഴിഞ്ഞ് അടുത്ത ഈ 8 വർഷം 18 വർഷം ആകാൻ പോവുകയാണിത്. 18 വർഷം കൊണ്ട് ഈ റോഡ് ഇങ്ങനെ കിടക്കുകയാണ്. ഡ്രെയിനേജ് എന്ന് പറഞ്ഞപ്പോൾ ഏത് വകുപ്പിന് കീഴിലാണ് വരുന്നത്? ഡ്രെയിനേജ് ഇത് കേന്ദ്ര പദ്ധതി ആണ് ചെയ്യുന്നത്. അപ്പം അതിനെപ്പറ്റി ഓക്കെ. അപ്പോൾ നിങ്ങൾ ഓട്ടോറിക്ഷ തൊഴിലാളികളൊക്കെ ഇത് കാര്യമായിട്ട് ബാധിച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് ഇവിടെ തന്നെ ഒരു കുട്ടികളെ സ്കൂളിൽ വിടണമെന്നുണ്ടെങ്കിലും നമുക്ക് ഈ റോഡ് വഴി കൊണ്ടുവരാൻ പറ്റില്ല. കിലോമീറ്ററോളം ചുറ്റിക്കറങ്ങി വേണം പോകാൻ. ഒരു രോഗിക്ക് ആശുപത്രി പോകണമെങ്കിൽ ഇവിടെയുള്ള വീട്ടുകാർ ആശുപത്രിയിൽ പോകണമെന്നുണ്ടെങ്കിൽ രോഗി തലയ്ക്ക് ചുമന്നെടുത്ത് ഇവിടെ കൊണ്ടുവരണം. അതാണ് അവസ്ഥ. ഈ റോഡ് ഇങ്ങനെ പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുമ്പോൾ അതിൽ ഗതാഗത പ്രശ്നമുണ്ട്, നാട്ടുകാർക്ക് പ്രശ്നമുണ്ട് എന്ന് മാത്രമല്ല, അത് ഒരുപാട് കടകളുണ്ട്. ഇതുപോലെ അവിടെ ഒരു മെഡിക്കൽ ഷോപ്പുണ്ട്, അത് അവിടെ ഒരു മെക്കാനിക്കൽ ഷോപ്പുണ്ട്, അവിടെ ഒരു പലചരക്കട, അവിടെ ഒരു ബ്യൂട്ടി പാർലർ. ഇവരൊക്കെ ഇതിന്റെ അനുഭവം, തിക്താനുഭവം നേരിടുന്നവരാണ്. നമുക്ക് ചേച്ചി നമസ്കാരം. ഈ എത്ര നാളായി ഇങ്ങനെ കിടക്കുന്നത്? എങ്ങനെ കച്ചവടമൊക്കെ ഉണ്ടോ? കച്ചവടം കുറവ്. ഈ റോഡ് ഇങ്ങനെ ആവുകൊണ്ട് ആൾക്കാർ ഇതുവഴി യാത്രയില്ല. അവരൊക്കെ മാറി വേറെ റൂട്ട് വഴിയാണ് പോണത്. അപ്പം പിന്നെ നമുക്ക് ഇങ്ങനെ രാവിലെ തുറങ്ങും വൈകുന്നേരം അടയ്ക്കും. അങ്ങനത്തെ പിന്നെ ചുറ്റുവട്ടത്തുള്ള 1-2 പേര് അത്രേ ഉള്ളൂ കച്ചവടം. പതിവായി വരുന്നവർ മാത്രമേ വരുന്നുള്ളൂ? അത്രേ ഉള്ളൂ. പിന്നെ ഇത് ഇപ്പൊ 7-8 വർഷത്തിന് മുന്നേ ഈ റോഡ് ഇങ്ങനെ ആയിട്ട് ബസ് റൂട്ടൊക്കെ ഉണ്ടായിരുന്നതാണ്. നല്ല റോഡായിരുന്നതാണ്. ബസ്സും നിന്ന് റോഡും ഇതായി. നമ്മളിതിന് പ്രതികരിക്കാന്നല്ലാതെ പിന്നെ എന്ത് ചെയ്യാൻ? ഈ നാട്ടുകാർ പ്രതികരിക്കുന്നില്ലേ ഇത്രമാത്രം? ഇപ്പം ജനകീയ കൂട്ടായ്മയായിട്ട് ഇറങ്ങിയ ശേഷമാണ് ഇത്രയെങ്കിലും ഒരു ഇതായത്. അവരിറങ്ങിയ ശേഷം, അല്ലാതെ വേറെ എല്ലാവരും ഇതുവഴി വന്ന് പോണവര് തന്നെ അവരെ എല്ലാവരും വന്ന് വാഗ്ദാനങ്ങൾ പറയണേ അല്ലാതെ റോഡിനൊരു മാറ്റവും ഉണ്ടായിട്ടില്ല. പിന്നെ 2 ആഴ്ച ഒരിക്കൽ പൈപ്പ് വെള്ളം ഇല്ലാതെയാവും. കുടിവെള്ള പ്രശ്നമുണ്ട്. മഴ വന്നു കഴിഞ്ഞാൽ ഇത് തോടും ആറും ഒന്നും അല്ല. ആ വെള്ളം വരണം, അങ്ങ് ഉയരുന്നേ ഉള്ള വെള്ളം വരണതും ഡ്രെയിനേജുകളിലെ വെള്ളവും എല്ലാം കൂടി വന്ന് ഞങ്ങളെ വീടുകളിലൊക്കെ കയറി ഞങ്ങളെ വീടൊക്കെ വെള്ളത്തിൽ മുങ്ങിയ പത്രമൊക്കെ ഇപ്പോഴും ഉണ്ട്, ഞങ്ങൾ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. ഈ റോഡ് ഇത് എങ്ങനെയെങ്കിലും ഈ വർഷമെങ്കിലും ശരിയായാൽ മതിയെന്നുള്ള ഒരിതാണ്. ഈ 8 വർഷമായിട്ട് ഇത്തരത്തിൽ നിങ്ങൾ ഇങ്ങനെ ദുരിതം അനുഭവിക്കുമ്പോൾ ഈ കച്ചവടമൊക്കെ എങ്ങനെ നടന്നു? എങ്ങനെ പോയി? കാര്യങ്ങളൊക്കെ ജീവിക്കണ്ടേ? ജീവിക്കണം. അത് തന്നെ. ഇപ്പൊ റോഡ് ഇങ്ങനെ ഇടങ്ങണമെന്ന് നമുക്ക് ആരെങ്കിലും വല്ല സഹായം ചെയ്യാണ്ടോ? നമ്മളെ കട തുറന്ന് നമ്മളെ അഷ്ടിക്കുള്ളത് കിട്ടും, അത്രേ ഉള്ളൂ. അല്ലാതെ വേറെ സമ്പാദ്യമായിട്ടുള്ള ഒന്നും ഇല്ല.
ആ തരത്തിലിരിക്കണം. നമ്മൾക്ക് വീട് റോഡ് സൈഡായിപ്പോയി, ഞങ്ങൾക്ക് കട തുറന്നല്ലേ പറ്റുള്ളൂ. അങ്ങനെ ഇരിക്കണം. അപ്പം അതുകൊണ്ട് യാത്രക്കാരൊന്നുമില്ല. ഇതുവഴി യാത്രക്കാർ പോകണമെങ്കിലേ നമ്മൾ ഇറങ്ങി ഒരു വെള്ളം എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ വാങ്ങിക്കുള്ളൂ. അപ്പം അതുകൊണ്ട് അതിനനുസരിച്ചുള്ള സാധനങ്ങളെ നമ്മൾ എടുക്കണുള്ളൂ. ഈ അരച്ചമ്മൂട് കുഴിവിള റോഡിന്റെ അതായത് ബൈപ്പാസിന്റെ മറ്റൊരു വശമാണിത്. ഈ റോഡും ഇങ്ങനെ കടന്നിട്ട് കുറേയായി. കുഴിക്കൽ റോഡ് തന്നെ കുഴിക്കല്. ഇവിടുത്തെ ആളുകൾ പറയുന്നത് കേൾക്കണം, ഒരു വശത്ത് കുഴിക്കുന്നു, പിന്നെയും കുഴിക്കുന്നു, പിന്നെയും കുഴിക്കുന്നു, വീണ്ടും വീണ്ടും കുഴിക്കൽ. അതാണ് ഇവിടുത്തെ ഒരു അവസ്ഥ. അപ്പൊ എന്താണെങ്കിലും ഞാൻ ആദ്യം കാണിച്ച ബൈപ്പാസിന്റെ മറുവശം, ഇത് രണ്ടാം വശം, രണ്ട് വശവും സെയിമാണ്. ഇവിടുന്ന് ഞങ്ങൾക്ക് അരശമൂട് കുഴിവിള ബസ് ഇതുവഴിയാണ് പോയിക്കൊണ്ടിരുന്നത്. അത് ഒരു എൻ്റെ ചെറുപ്പം തൊട്ടേ ഉണ്ടെന്ന് പറയാം. ഞാൻ ആ ബസ്സിൽ കയറിയാണ് പഠിക്കാൻ പോണതും അത് കഴിഞ്ഞ് എൻ്റെ ജോലി തയ്യലായിരുന്നു, അതിന് പോകുന്നത് എല്ലാം ആ ബസ്സിലായിരുന്നു. ഇപ്പം നമ്മളെ കുട്ടികൾക്ക് ബസ്സും ഇല്ല, സൈക്കിളിൽ പോകാൻ നിവൃത്തിയില്ല. ആരോട് പറയണോ എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾക്ക് അറിയില്ല. നിങ്ങൾ തന്നെ ഞങ്ങൾക്ക് പറഞ്ഞു തന്നാൽ ഞങ്ങൾ അങ്ങനെ ചെയ്യാം. കാര്യം പറയേണ്ടവരുടെ എല്ലാം പറഞ്ഞു കഴിഞ്ഞ്, MLA അടുത്ത് പറഞ്ഞ്, കൗൺസിലർ അടുത്ത് പറഞ്ഞ്, എല്ലാവരുടെയും കളക്ടറുടെ അടുത്ത് കംപ്ലയിൻറ്റ് കൊടുത്തു, എല്ലായിടത്തും കൊടുത്തേക്കണം. എന്നിട്ട് ഇതിന് ഒരു പരിഹാരവും കാണുന്നില്ല. ഇനി എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾക്ക് തന്നെ അറിഞ്ഞാൽ നിൽക്കുകയാണ്. എന്താ അവർ നൽകുന്ന മറുപടി? അവർ പറയുന്നത് ഇപ്പോൾ പറഞ്ഞേക്കുന്ന 3 മാസം കൊണ്ട് റെഡിയാവുമെന്നാണ്. പറഞ്ഞിട്ട് ഇപ്പോൾ 1 മാസമായി, ഇനി 2 മാസം. ഇവിടെ ഈ 1 വർഷം കൊണ്ട് ശരിയാവുമെന്ന് തോന്നുന്നില്ല. അത് കാര്യം ഇവർ ഒരു കുഴി എടുക്കും, അത് മൂടും, അടുത്ത് വേറൊരു കോൺക്രീറ്റ് ചെയ്ത് ഇതിറക്കും, വീണ്ടും അവിടെ നിന്ന് മാറ്റും. ഇപ്പോൾ വീണ്ടും ഇത് കുഴിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തിനാണ് കുഴിയെടുക്കുന്നതെന്ന് നമുക്കറിയില്ല. എന്തിൻ്റെ വർക്കാണ് നടക്കണമെന്ന് നമുക്കറിയില്ല. ഇതിപ്പോ എത്ര വർഷമായി? 8 വർഷത്തിന് മുകളിലായി. 9 വർഷമായി. 9 വർഷമായി ഈ പണി തുടങ്ങിയിട്ട്. ഒരു എത്തുമ്പടി കിട്ടുന്നില്ല. എങ്ങോട്ട് ചെന്ന് എത്തുന്നു നമുക്ക് ഒരു പിടുത്തവും കിട്ടില്ല. ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് വോട്ട് ചോദിച്ചു വന്നപ്പോൾ നിങ്ങൾ ചോദിച്ചില്ലേ? നമ്മളെ ഏരിയയിൽ വന്നില്ല വോട്ട് ചോദിച്ച്. കൊണ്ടുവന്ന് ഗേറ്റിലേക്ക് വെച്ചിട്ട് പോയി. നോട്ടീസ് എല്ലാ പാർട്ടിക്കാരും വന്ന് ഗേറ്റിലേക്ക് വെച്ചിട്ട് പോയി. ആരും വോട്ട് ചോദിക്കാൻ വന്നിട്ടില്ല. എന്തുകൊണ്ടായിരിക്കും നിങ്ങളുടെ റിയാക്ഷനിൽ പേടിയുണ്ടാവും? ഞാൻ വോട്ട് ഇട്ടിട്ടില്ല. അതാ നമ്മളെ കൈ ശുദ്ധമാണ്. വോട്ട് ഇട്ടിട്ടില്ല. വോട്ടിടാൻ പോവില്ല എന്ന് തീരുമാനിച്ചു കഴിഞ്ഞു. അങ്ങനെ ഒരുപാട് ജനങ്ങൾ തീരുമാനിച്ചിരുന്നു. ഒരുപാട് പേര് വോട്ട് ഇട്ടിട്ടില്ല. ഒരുപാട് പേര്. അത് കഴിഞ്ഞിപ്പോൾ ഞങ്ങൾ എന്ത് 8ാം ചരമവാർഷികം എന്നും പറഞ്ഞ് ഞങ്ങളിവിടെ ഒരു കഞ്ഞിയൊഴുപ്പ് നടത്തി. അതിന് നമ്മളെ പേർക്ക് പെറ്റി വന്നേക്കുകയാണ്. സ്റ്റേഷനിൽ വിളിപ്പിച്ച് ഞങ്ങൾ 8-9 പേരുടെ പേരിൽ കേസെടുത്തേക്കുകയാണ്. അത് എന്തിനാണെന്ന് അത് ഞങ്ങൾക്കറിയില്ല. കാര്യം ഞങ്ങൾ റോഡ് തടഞ്ഞില്ല, ജനങ്ങൾക്ക് ഒരു ശല്യം ഉണ്ടാക്കിയില്ല. ഞങ്ങളൊരു റോഡിൻ്റെ സൈഡിൽ വെച്ച് ഞങ്ങൾ കഞ്ഞി ഒഴിച്ചു, ആൾക്കാർ വന്ന് കഞ്ഞി കുടിച്ചു പോയി. അതിൻ്റെ പേരിൽ ഞങ്ങൾക്ക് വീണ്ടും ഞങ്ങളെ പേർക്കാണ് ഇപ്പം അടിച്ചേക്കുന്നത്. അതിനെന്താണെന്ന് ഞങ്ങൾക്ക് ഇപ്പോഴും ഒരു പിടുത്തവും കിട്ടുന്നില്ല. അപ്പോൾ ഇതിനി ആരുടെ പറയാനെന്ന് പറഞ്ഞു തന്നാൽ ഞങ്ങൾ അങ്ങനെ ചെയ്യാമായിരുന്നു. ഒരു നിവൃത്തിയില്ല. ഞങ്ങൾക്ക് ഒരു വീട്ടിലൊരു അസുഖം വന്നൊരു രോഗിയെ കൊണ്ടുപോകണമെങ്കിൽ ഞങ്ങൾ തലയ്ക്ക് ചുമന്ന് വേണം ഞങ്ങൾ കൊണ്ടുപോയി റോഡിൽ കൊണ്ടുപോയി. ഒന്ന് ഈ ഹൈവേ കൊണ്ടുപോകണം, അല്ലെങ്കിൽ അരശുമുടി കൊണ്ടുപോകണം. ഈ ഗതികേട്ടിലാണ്. ഈ നാട്ടുകാരുടെ ഒരുപാട് നാളായുള്ള, ഒരുപാട് നാൾ തന്നെ ഏതാണ്ട് 8 വർഷത്തിന് മുകളിലായി, 9 വർഷമായി എന്ന് പറയുന്നു. ആ ആവശ്യം ഇങ്ങനെ ഉത്തരം കാണാതെ കിടക്കുകയാണ്. അവരുടെ റോഡ്, അവർക്ക് സഞ്ചരിക്കാനുള്ള റോഡാണ്, അവർ പ്രാഥമികമായിട്ടുള്ള ആവശ്യങ്ങളിലൊന്നാണ്. അതിങ്ങനെ വെറുതെ നടപ്പാക്കാനാവാതെ കഴിയാതെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. എന്ന് ഇതിനൊരു ഉത്തരം കിട്ടുമെന്ന് ചോദിച്ചാൽ ഉത്തരമില്ല എന്ന് തന്നെയാണ്. പലരോടും പ്രതികരണം ചെയ്യുമ്പോൾ തന്നെ അവർ പറയുന്നത്, ഞങ്ങളിത് ഒരുപാട് പേരോട് സംസാരിച്ചതാണ്, ഞങ്ങൾക്ക് ഇനിയൊന്നും പറയാനില്ല എന്ന് പറഞ്ഞാൽ അത്രമാത്രം അവർ മടുത്തു എന്നുള്ളതാണ്. അപ്പം എന്താണെങ്കിലും ഈ കുഴിവിള അരശുമൂട് ഈ വഴിയിലുള്ള സാധാരണക്കാരുടെ ആഗ്രഹം അത് സഫലമാകട്ടെ, അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടട്ടെ എന്ന് മാത്രം ആശംസിക്കാം. അല്ലാതെ മറ്റൊരു യാതൊരു പോംവഴിയുമില്ല ഈ സാഹചര്യത്തിൽ പറയാൻ. അപ്പം എന്തായാലും ഉടൻ തന്നെ റോഡ് ശരിയാകുമെന്നുള്ള പ്രതീക്ഷ അവർ പങ്കുവെക്കുകയാണ്. ക്യാമറാമാൻ അരുൺ ആര്യനൊപ്പം എൽദോപ്പോൾ, പുതുശ്ശേരി, ന്യൂസ് 8.